Credit creation. Commercial banks deals in money. നമുക്കറിയാം കൊമേഴ്ഷ്യൽ ബാങ്ക് മണി ഡീൽ ചെയ്യുന്നതാണ് സ്ഥാപനമാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്. ദേ ബോറോ മണി ഫ്രം ദോസ് ഹു ഹാവ് സർപ്ലസ് ആൻഡ് ലെൻഡ് ഇറ്റ് ടു ദോസ് ഹു ആർ നീഡ്. നമുക്കറിയാം പണം പബ്ലിക്കിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് ആവശ്യക്കാർക്ക് സപ്ലൈ ചെയ്യുന്നതാണ് കൊമേഴ്ഷ്യൽ ബാങ്ക് ചെയ്യുന്ന ആക്ടിവിറ്റി. ആസ് ദ ഡീൽ ഇൻ മണി ദേ ആർ കാൾഡ് ഡീലേഴ്സ് ഇൻ മണി ഓർ സപ്ലൈസ് ഓഫ് മണി. അപ്പം പണം ഡീൽ ചെയ്യുന്നതിന് പിന്നെ ഡീലേഴ്സ് ഇൻ മണി എന്നോ സപ്ലൈസ് ഓഫ് മണി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. In addition to borrowing and lending of money, commercial bank manufacture or create money. അപ്പോൾ ഇവിടെ ഈ ബോറോയിങ്ങും ലെൻഡിങ്ങിനും പുറമെ കൊമേഴ്ഷ്യൽ ബാങ്ക് അഡീഷണൽ ആയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ബോറോയിങ് ആൻഡ് ലെൻഡിങ് ഓഫ് മണി കൊമേഴ്ഷ്യൽ ബാങ്ക് മാനുഫാക്ചർ ഓർ ക്രിയേറ്റ് മണി. മാനുഫാക്ചർ ചെയ്യുന്നു അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് മണി. എങ്ങനെയാണെന്നാണ് പറയുന്നത്. സോ ദേ ആർ കാൾഡ് മാനുഫാക്ചറേഴ്സ് ഓഫ് മണി. അപ്പോൾ ഇവിടെ മാനുഫാക്ചർ ഓർ ക്രിയേറ്റ് ഓഫ് മണി ആയതുകൊണ്ട് ഈ കൊമേഴ്ഷ്യൽ ബാങ്കിനെ നമ്മൾ മാനുഫാക്ചറേഴ്സ് ഓഫ് മണി എന്ന് അറിയപ്പെടുന്നു. ഡെപ്പോസിറ്റ്സ് റിസീവ്ഡ് ബൈ ബാങ്ക് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു, അതായത് ബാങ്ക് റിസീവ് ചെയ്യുന്ന ഡെപ്പോസിറ്റുകളെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന ഒന്ന് പ്രൈമറി ഡിപ്പോസിറ്റ് ഉണ്ട്, രണ്ട് ഡെറിവേറ്റീവ്സ് ഉണ്ട്, അല്ലെങ്കിൽ അത് ആക്റ്റീവ് റിപ്പോർട്ട് എന്ന് പറയും. അപ്പോൾ നമ്മളിവിടെ നമ്മൾ ഡിപ്പോസിറ്റുകളെ റിസീവ് ചെയ്യുന്ന രീതിയിൽ രണ്ടായിട്ട് തരംതിരിക്കുന്നു. പ്രൈമറി ഡിപ്പോസിറ്റ് എന്നും ഡെറിവേറ്റീവ്സ് ഓർ ആക്റ്റീവ് ഡിപ്പോസിറ്റ് എന്നും തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് പ്രൈമറി ഡിപ്പോസിറ്റ്? when a bank receive cash from depositor, അതായത് ഡെപ്പോസിറ്റിൽ നിന്ന് ക്യാഷ് എന്ത് ചെയ്യുന്നു, ബാങ്ക് ഡയറക്റ്റ് അങ്ങ് റിസീവ് ചെയ്യും, നമ്മൾ ബാങ്കിൽ കൊണ്ട് കൊടുക്കുന്നു, ഡയറക്റ്റ് റിസീവ് ചെയ്യുന്നു. ഇറ്റ് ഓപ്പൺസ് ആൻ അക്കൗണ്ട് ഇൻ ദ നെയിം ഓഫ് ദ ഡിപ്പോസിറ്റർ ആൻഡ് ക്രെഡിറ്റ് ദ എമൗണ്ട് റിസീവ്ഡ് ടു ദ ഡിപ്പോസിറ്റേഴ്സ് അക്കൗണ്ട്. നമുക്കറിയാം നമ്മൾ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ ബാങ്കിൽ നമ്മളൊരു അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നു. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഈ പണം റിസീവ് ചെയ്യുന്നു, അതെന്ത് ചെയ്യുന്നു, ഡിപ്പോസിറ്റർ നെയിമിൽ എന്ത് ചെയ്യുന്നു, ക്രെഡിറ്റ് ചെയ്യുന്നു അല്ലേ. സച്ച് എ ബാങ്ക് ഡിപ്പോസിറ്റർ കാർഡ് പ്രൈമറി ഡിപ്പോസിറ്റ്. ഇങ്ങനെ പണം എന്ത് ചെയ്യുന്നു, ഡിപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് പ്രൈമറി ഡിപ്പോസിറ്റ് എന്നാണ്, അല്ലെങ്കിൽ പാസീവ് ഡിപ്പോസിറ്റ് ഓർ ക്യാഷ് ഡിപ്പോസിറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ പ്രൈമറി ഡിപ്പോസിറ്റ് അല്ലെങ്കിൽ ക്യാഷ് ഡിപ്പോസിറ്റ് അല്ലെങ്കിൽ പാസീവ് ഡിപ്പോസിറ്റ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ദിസ് ഡിപ്പോസിറ്റ് ഫോംസ് ദ ബേസിസ് ഫോർ ലോൺ ട്രാൻസാക്ഷൻ ഓഫ് എ ബാങ്ക്. ഈ ഡിപ്പോസിറ്റ് ഫോം ചെയ്യുന്നത് ഏതിന് ബേസിലാണ്? ലോൺ ട്രാൻസാക്ഷന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഡിപ്പോസിറ്റുകൾ റിസീവ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അടുത്താണ് ഡെറിവേറ്റീവ് ഡിപ്പോസിറ്റ്. By using cash received from the depositor, the bank grant advances to businessmen or buy assets such as bills, bond, etc. from the market. അപ്പോൾ നമ്മൾ റിസീവ് ചെയ്ത ക്യാഷ് എന്ത് ചെയ്യും, ലോൺസ് ആൻഡ് അഡ്വാൻസ് നൽകും. ആർക്ക്? ബിസിനസ്സുകാർക്കാണ്. അല്ലെങ്കിൽ ബൈ അസറ്റ്സ് സച്ച് ആസ് ബില്ലുകളെ ബോണ്ടുകളെ ഒക്കെ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതിനൊക്കെ നമ്മൾ ലോൺ ഗ്രാൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. When our bank grant a loan or buy an asset, it does not usually pay cash for it. അപ്പോൾ ഇങ്ങനെ നമ്മൾ ലോൺ അനുവദിക്കുന്ന സമയത്തോ അല്ലെ അസറ്റ് വാങ്ങാൻ വേണ്ടി ലോൺ ഗ്രാൻഡ് ചെയ്യുന്ന സമയത്തോ എന്ത് ചെയ്യത്തില്ല, ബാങ്ക് ഡയറക്റ്റ് ക്യാഷ് കൊടുക്കത്തില്ല. ഇൻസ്റ്റെഡ് ഓഫ് പേയിങ് ഇൻ ക്യാഷ്, ദ ബാങ്ക് ആക്ച്വലി പ്ലേസ് ദ എമൗണ്ട് ഓഫ് ലോൺ ഇൻ ദ അക്കൗണ്ട് ഓഫ് ദ ബോറോവർ. ബോറോവറുടെ പേരിൽ ഒരു അക്കൗണ്ട്, ലോൺ അക്കൗണ്ട് എന്ത് ചെയ്യുകയാണ്, ഇവിടെ ഓപ്പൺ ആക്കുകയാണ് ചെയ്യുന്നത്. ദസ് ദ ബോറോവർ അക്വയർ ക്ലെയിം എഗൻസ്റ്റ് ബാങ്ക്. അപ്പോൾ ഇവിടെ ബോറോവർ എന്ത് ചെയ്യുന്നു, അക്വയർസ് എ ക്ലെയിം എഗൻസ്റ്റ് ബാങ്ക് ജസ്റ്റ് ആസ് ഹി ഹാസ് ഡിപ്പോസിറ്റഡ് ആസ് സം ഓഫ് മണി. അപ്പോൾ ഇവിടെ ബോറോവറുടെ ഓപ്പൺ ആക്കിയ അക്കൗണ്ടിലേക്ക് ഈ പണം എന്ത് ചെയ്യുകയാണ്, ഈ ലോൺ എമൗണ്ട് ഡിപ്പോസിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ബാങ്ക്. ദീസ് ഡിപ്പോസിറ്റ്സ് ആർ ഡിറൈവ്ഡ് ഫ്രം ദ പ്രൈമറി ഡിപ്പോസിറ്റ് ആൻഡ് ഹെൻസ് ദേ ആർ നോൺ ആസ് ഡെറിവേറ്റീവ് ഡിപ്പോസിറ്റ് ഓർ സെക്കൻഡറി ഡിപ്പോസിറ്റ് ഓർ ആക്റ്റീവ് ഡിപ്പോസിറ്റ്. അപ്പോൾ ഇങ്ങനെ ഈ ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം പ്രൈമറി ഡിപ്പോസിറ്റിൽ നിന്നാണ് ഈ എമൗണ്ട് എന്ത് ചെയ്യുന്നത്, ഈ ബിസിനസ്സുകാരന് ലോൺ കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഡെറിവേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ സെക്കൻഡറി ആയിട്ട് ചെയ്തുകൊണ്ടാണ് ഇതിനെന്ത് വിളിക്കുന്നത്, ഡെറിവേറ്റീവ് ഡിപ്പോസിറ്റ് എന്നോ അല്ലെങ്കിൽ ആക്റ്റീവ് ഡിപ്പോസിറ്റ് എന്നോ അറിയപ്പെടുന്നത്. If the banker has more primary deposit, ഒരു ബാങ്കർക്ക് കൂടുതൽ പ്രൈമറി ഡിപ്പോസിറ്റ് ഉണ്ടെങ്കിൽ he can lend more and create more deposit. നമുക്ക് കൂടുതൽ പണം വായ്പ നൽകുകയും കൂടുതൽ ഡിപ്പോസിറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യാനും കഴിയും. അപ്പോൾ കൂടുതൽ പ്രൈമറി ഡിപ്പോസിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഡെറിവേറ്റീവ് ഡിപ്പോസിറ്റ് അവിടെ ഓപ്പൺ ആക്കാൻ പറ്റില്ല. മോർ ഡിപ്പോസിറ്റ് നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. The unit of value of creating derivative deposit comes from banking system. അപ്പോൾ നമുക്കറിയാം യൂണിറ്റ് ഓഫ് വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഡെറിവേറ്റീവ് ഡിപ്പോസിറ്റ് എത്ര ബാങ്കിൽ ഓപ്പൺ ആക്കി എന്നുള്ളതിനെ ബേസ് ചെയ്തോണ്ടാണ്. അപ്പോൾ ഡെറിവേറ്റീവ് ഡിപ്പോസിറ്റ് ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ലോൺ അനുവദിക്കുന്ന തുക ഡയറക്റ്റ് ക്യാഷായിട്ട് കൊടുക്കുന്നില്ല. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, ബോറോവറുടെ പേരിൽ അക്കൗണ്ട് ഓപ്പൺ ആക്കിക്കൊണ്ട് ആ അക്കൗണ്ടിലേക്ക് ഈ പണം എന്ത് ചെയ്യാണ്, പ്രൈമറി ഡിപ്പോസിറ്റ് വഴി കിട്ടിയ പണം നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെറിവേറ്റീവ് ഡിപ്പോസിറ്റിലോട്ട് മാറ്റുന്നു. ഇങ്ങനെയാണ് ഡെറിവേറ്റീവ് ഡിപ്പോസിറ്റ് ബാങ്കുകൾ ക്രിയേറ്റ് ചെയ്യുന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ. ബൈ എക്സ്പീരിയൻസ് ബാങ്ക് നോ ദാറ്റ് all depositors do not withdraw their money simultaneously. നമുക്ക് എല്ലാ ഡിപ്പോസിറ്റേഴ്സും ഈ പറയുന്ന പണം ഒരുമിച്ച് വന്ന് എന്ത് ചെയ്യത്തില്ല, വിഡ്രോ ചെയ്യത്തില്ല. സം വിഡ്രോ വൈൽ സം അതേഴ്സ് ഡിപ്പോസിറ്റ് ഇൻ ദ സെയിം ഡേ. കുറച്ച് ആൾക്കാർ വിഡ്രോ ചെയ്യും, കുറച്ച് ആൾക്കാർ അന്ന് തന്നെ എന്ത് ചെയ്യും, ഡിപ്പോസിറ്റ് ചെയ്യും. സോ ബൈ കീപ്പിംഗ് എ സ്മോൾ ക്യാഷ് റിസർവ് ഫോർ ഡേ ടു ഡേ ട്രാൻസാക്ഷൻ. ഡേ ടു ഡേ ട്രാൻസാക്ഷന് കുറേ ക്യാഷ് മാത്രം ബാങ്കിൽ എന്ത് ചെയ്താൽ മതി, കീപ്പ് ചെയ്താൽ മതി.
The bank is able to grant a loan on the basis of excess reserve. ബാങ്കുകൾ ലോൺ നൽകുന്നത് ഈ ബാങ്കിൽ ഇങ്ങനെ എക്സസ് ആയിട്ട് വരുന്ന റിസർവിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ബാങ്കുകൾ ലോൺ നൽകുന്നത്. The amount lent may come back again to the same bank or some other bank as deposit. ഈ കൊടുക്കുന്ന പണം എന്ത് ചെയ്യുന്നുണ്ട്, എമൗണ്ട് ലെൻഡ് മേ കം അഗെയിൻ ടു ദ സെയിം ബാങ്ക്. ഒന്നുകിൽ ഈ പണം തിരിച്ച് നമ്മുടെ ബാങ്കിൽ തന്നെ വരും, അല്ലെങ്കിൽ മറ്റ് ബാങ്കുകളിൽ എന്തായിട്ട് പോകും, ഡിപ്പോസിറ്റ് ആയിട്ട് പോകും. The bank whose deposit have increased will lend more to public. അപ്പോൾ എന്തായാലും ബാങ്ക് ഡിപ്പോസിറ്റ് കൂടുതൽ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ലെൻഡ് മോർ ടു പബ്ലിക്കാണ്, പബ്ലിക്കിന് കൂടുതൽ വായ്പ കൊടുക്കാൻ കഴിയും ബാങ്കിന്. ദിസ് പ്രോസസ് വിൽ കണ്ടിന്യൂ ടിൽ ദ ടോട്ടൽ ഡിപ്പോസിറ്റ് ഹാവ് ഇൻക്രീസ്ഡ് ബൈ നമ്പർ ഓഫ് ടൈംസ് ദ ഒറിജിനൽ ഡിപ്പോസിറ്റ് ഓഫ് ക്യാഷ്. ഒറിജിനൽ ഡിപ്പോസിറ്റ് ഓഫ് ക്യാഷിൽ നിന്നാണ് ഈ പറയുന്ന ലോൺ ഗ്രാൻഡിങ് എന്ന് പറയുന്നത് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇനി വേരിയസ് വേസ് ഓഫ് ക്രിയേറ്റിംഗ് മണിയാണ്. പണം ക്രിയേറ്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന പല വഴികളാണ്. ബാങ്ക് ക്യാൻ ക്രിയേറ്റ് എ മണി ഇൻ സെവറൽ വേസ്. ബാങ്ക് പണം ക്രിയേറ്റ് ചെയ്യുന്നതിന് പല വഴികൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ആണ്. ബാങ്ക്സ് പ്രൊവൈഡഡ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ടു ബിസിനസ്മെൻ ബൈ വേ ഓഫ് ലോൺസ് ആൻഡ് അഡ്വാൻസ്. ഇപ്പോൾ ബാങ്ക് ബിസിനസ്സുകാർക്ക് ലോൺസ് ആൻഡ് അഡ്വാൻസ് എന്ന് പറയുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ്, ക്യാഷ് ക്രെഡിറ്റ് ഒക്കെ. വെൻ എ ലോൺ ഈസ് ഗ്രാൻഡഡ് ഓർ ഓവർ ഡ്രാഫ്റ്റ് ഈസ് സാങ്ഷൻ, the amount of loan or overdraft is entered in the account of the customer and he is allowed to draw check up to the amount agreed upon. അപ്പോൾ നമുക്കറിയാം, ലോൺ ഗ്രാൻഡ് ചെയ്യുകയോ ഓവർ ഡ്രാഫ്റ്റ് അനുവദിക്കുകയോ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അവിടെ ഒരു അക്കൗണ്ട് കസ്റ്റമർ പേരിൽ ഓപ്പൺ ആക്കിക്കൊണ്ട് അവർക്ക് അതുവഴി ആ അക്കൗണ്ടിൽ നിന്ന് ചെക്ക് വഴി വിഡ്രോ ചെയ്യാനൊക്കെയുള്ള ഒരു എമൗണ്ട് അല്ലെ ആ ഒരു ഫെസിലിറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. ദ ബാങ്ക് ക്രിയേറ്റ് ഡിപ്പോസിറ്റ് ഇൻ ദ നെയിം ഓഫ് ദ ബോറോവർ. ഇപ്പോൾ ബാങ്ക് അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ഡിപ്പോസിറ്റ് ആണ്, ആ ബോറോവറുടെ പേരിലാണ് അവിടെ ഡിപ്പോസിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ബാങ്ക് ക്യാൻ ക്രിയേറ്റ് എ മോർ ക്രെഡിറ്റ് ബൈ മേക്കിംഗ് മോർ ലോൺസ് ആൻഡ് അഡ്വാൻസ്. കൂടുതൽ ലോൺസ് ആൻഡ് അഡ്വാൻസ് നൽകി കഴിഞ്ഞാൽ കൂടുതൽ ഡിപ്പോസിറ്റ് അവിടെ, അല്ലെങ്കിൽ കൂടുതൽ ലോൺസ് ആൻഡ് അഡ്വാൻസ് നൽകി കഴിഞ്ഞാൽ ക്രിയേറ്റ് എ മോർ ക്രെഡിറ്റ് ബൈ മേക്കിംഗ് മോർ ലോൺസ് ആൻഡ് അഡ്വാൻസ്. അപ്പം കൂടുതൽ ലോൺസ് ആൻഡ് അഡ്വാൻസ് നൽകി കഴിഞ്ഞാൽ കൂടുതൽ ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ബാങ്കിന് പറയുന്നത്. അപ്പോൾ ലോൺസ് ആൻഡ് അഡ്വാൻസ് വഴി എന്ത് ചെയ്യുന്നു, ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നു. രണ്ട്, ഡിസ്കൗണ്ടിങ് ബില്ല. When a bank discount a bill of exchange, the net proceeds of bills are generally not paid to the discounter in cash. അപ്പോൾ നമുക്കറിയാം, ബാങ്ക് ബില്ല് ഓഫ് എക്സ്ചേഞ്ച് ബാങ്കിന് പ്രസൻറ്റ് ചെയ്യുന്ന ബില്ല് ഓഫ് എക്സ്ചേഞ്ചിന് അതുപോലെ നെറ്റ് പ്രൊസീഡ് എന്ത് ചെയ്യുന്നില്ല, ഡിസ്കൗണ്ടർക്ക് ക്യാഷ് ആയിട്ട് കൊടുക്കത്തില്ല. ദേ ആർ ജസ്റ്റ് ക്രെഡിറ്റഡ് ടു ദ ഡിപ്പോസിറ്റ് അക്കൗണ്ട് ഓപ്പൺ ഇൻ ദ നെയിം ഓഫ് ദ ഡിസ്കൗണ്ടർ. ഡിസ്കൗണ്ടർ അവിടെ ഓപ്പൺ ആക്കിയിരിക്കുന്ന ഡിപ്പോസിറ്റ് അക്കൗണ്ടിലോട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, ക്രെഡിറ്റ് ചെയ്തിട്ടുള്ളൂ. ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും അവർ പറയുന്നത് ഡിസ്കൗണ്ടർ ക്യാൻ മേക്ക് യൂസ് ദ ഡിപ്പോസിറ്റ് ബൈ ഇഷ്യൂയിങ് ചെക്ക്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഡിപ്പോസിറ്റ് ചെക്ക് ഇഷ്യൂ ചെയ്തുകൊണ്ടായിരിക്കും ഇത് വിഡ്രോ ചെയ്യുന്നത്. ദസ് വെൻ എ ബിൽ ഈസ് ഡിസ്കൗണ്ടഡ്, അഡീഷണൽ സപ്ലൈ ഓഫ് മണി എറൈസസ് ഇൻ ദ കൺട്രി. നമുക്കറിയാം, ഒരു ബില്ല് ഡിസ്കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അഡീഷണൽ സപ്ലൈ ഓഫ് മണി നമ്മുടെ രാജ്യത്തേക്ക് എത്തുകയാണ്. സോ വി ക്യാൻ സേ ദാറ്റ് ബാങ്ക് ക്യാൻ ക്രിയേറ്റ് എ മണി ബൈ ഡിസ്കൗണ്ടിങ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഡിസ്കൗണ്ടിങ് ബില്ല് ഓഫ് എക്സ്ചേഞ്ച് ഡിസ്കൗണ്ട് ചെയ്യുന്ന വഴി അവിടെ എന്താണ്, മണി ക്രിയേറ്റ് ചെയ്യുകയാണ് ബാങ്ക് ചെയ്യുന്നതാണ് പറയുന്നത്. അടുത്തത് ഇൻവെസ്റ്റ്മെൻറ്റാണ്. കൊമേഴ്ഷ്യൽ ബാങ്ക് ആൾസോ ക്രിയേറ്റ് a deposit by making investment in securities like government bond, shares, debentures. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ അവരുടെ കൈവശമുള്ള പണം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യും, ഗവൺമെൻറ് ബോണ്ടുകളിലും ഷെയറുകളിലും ഡിബെഞ്ചേഴ്സിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യും. When a bank buys some security, it does not usually pay the seller of securities in cash. ബാങ്കുകൾ സെക്യൂരിറ്റികൾ വാങ്ങുന്ന സമയത്ത് ഡയറക്റ്റായിട്ട് ക്യാഷ് കൊടുക്കത്തില്ല സെല്ലേഴ്സിന്. അതായത് നമുക്ക് വാങ്ങുന്ന ഏതെങ്കിലും കമ്പനികളുടെയോ ഗവൺമെൻറ് ആണെങ്കിൽ ഡയറക്റ്റ് എന്ത് ചെയ്തില്ല. Okay. When a bank buys some securities, it does not usually pay the seller of securities in cash. സെക്യൂരിറ്റിക്ക് എമൗണ്ട് ക്യാഷ് ആയിട്ട് കൊടുക്കില്ല. ഇൻസ്റ്റഡ് ഇറ്റ് ഓപ്പൺസ് എ ഡിപ്പോസിറ്റ് അക്കൗണ്ട് ഇൻ ദ നെയിം ഓഫ് ദ സെല്ലർ. അപ്പം ഈ സെല്ലറുടെ പേരിൽ ഡിപ്പോസിറ്റ് അക്കൗണ്ട് അവിടെ ഓപ്പൺ ആക്കും. ക്രെഡിറ്റ്സ് ദ ഡിപ്പോസിറ്റ് അക്കൗണ്ട് വിത്ത് ദ പ്രൈസ് ഓഫ് ദ സെക്യൂരിറ്റി പർച്ചേസ്ഡ്. അപ്പോൾ ആ ഡിപ്പോസിറ്റർ അല്ലെങ്കിൽ ആ സെക്യൂരിറ്റിയുടെ വില എന്ത് ചെയ്യാണ്, ആ ഡിപ്പോസിറ്റ് അക്കൗണ്ടിൽ അങ്ങ് ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റും ഒരു ക്രെഡിറ്റ് ക്രിയേഷനാണ്. അടുത്തത് ക്രിയേഷൻ ഓഫ് മണി ബൈ പർച്ചേസിങ് ഫിക്സഡ് അസറ്റ് ആണ്. ഫിക്സഡ് അസറ്റ് വാങ്ങിക്കൊണ്ട് ക്രെഡിറ്റ് ക്രിയേഷൻ കൊണ്ടുവരും. പിന്നെ ബാങ്ക് പർച്ചേസ് എ ഫിക്സഡ് അസറ്റ്, സേ ബിൽഡിംഗ് ഫോർ ഇറ്റ്സ് ഓൺ യൂസ്. ബാങ്കുകൾക്ക് വേണ്ടി ബിൽഡിങ്ങുകൾ വാങ്ങും. യൂഷ്വലി ഇറ്റ് ഡസ് നോട്ട് പേ ദ സെല്ലർ ഓഫ് ദ ഫിക്സഡ് അസറ്റ് ഇൻ ക്യാഷ്. അപ്പോൾ ഫിക്സഡ് അസറ്റിൻ്റെ എമൗണ്ട് ഒരിക്കലും ക്യാഷായിട്ട് നൽകത്തില്ല സെല്ലർക്ക്. It simply opens a deposit account in the name of the seller and credits the deposit account with the price of the fixed asset purchase. അപ്പോൾ ഈ ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്ത സെല്ലറുടെ പേരിൽ അവിടെ ഒരു അക്കൗണ്ട് ഓപ്പൺ ആക്കിച്ചിട്ട് ആ അക്കൗണ്ടിലേക്ക് പണം എന്ത് ചെയ്യാണ്, ട്രാൻസ്ഫർ ചെയ്യത്തുള്ളൂ.
The seller of the fixed asset can use the deposit for any purpose he want by issuing check. അപ്പോൾ ഈ സെല്ലർ എന്ത് ചെയ്യുന്നു, ഈ ഫിക്സഡ് അസറ്റ് വാങ്ങിയ എമൗണ്ട് അവിടെ നമ്മുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്, അദ്ദേഹം പല രീതിയിൽ എന്ത് ചെയ്യാം, ചെക്കായിട്ടോ ഒക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഇതിൽ നിന്ന് പണം വിഡ്രോ ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇതും ഒരു ക്രെഡിറ്റ് ക്രിയേഷൻ മെത്തേഡാണ്. അടുത്തത് ലോൺസ് ക്രിയേറ്റ് ഡിപ്പോസിറ്റ് ആൻഡ് ഡിപ്പോസിറ്റ് ക്രിയേറ്റ് ലോൺസ് ആണ്. അപ്പോൾ ലോൺ ക്രിയേറ്റ് ഡിപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഡിപ്പോസിറ്റും എന്ത് ചെയ്യുന്നുണ്ട്, ക്രിയേറ്റ് ലോൺസ്. അതെന്താണെന്നാണ് പറയുന്നത്. അക്കൗണ്ട് ടു ഹാർഡ്ലി വിത്തേഴ്സ് ലോൺസ് മേക്ക് ഡിപ്പോസിറ്റ്, ദാറ്റ് ഈസ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ക്രിയേറ്റ്സ് ന്യൂ ഡിപ്പോസിറ്റ്. ലോൺസ് ആൻഡ് അഡ്വാൻസസ് എപ്പോഴും പുതിയ ഡിപ്പോസിറ്റിനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ദിസ് സ്റ്റേറ്റ്മെൻറ്റ് അബ്സല്യൂട്ട്ലി കറക്റ്റ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് പൂർണ്ണമായും ശരിയാണ്. വെൻ എ ലോൺ ഓർ ഓവർഡ്രാഫ്റ്റ് ഓർ ക്യാഷ് ക്രെഡിറ്റ് ഈസ് ഗ്രാൻഡഡ് ടു എ ബോറോവർ, the amount sanctioned by the banker is usually not given to the borrower in cash. നമുക്കറിയാം, ലോണുകളോ ഓവർഡ്രാഫ്റ്റോ ഒക്കെ ക്യാഷ് ക്രെഡിറ്റോ ഒക്കെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ബോറോവർക്ക് ഡയറക്റ്റ് ക്യാഷ് കൊടുക്കുന്നില്ല. അതിന് പകരം ബോറോവർ എന്ത് ചെയ്യുന്നു, ബോറോവറുടെ പേരിൽ ഒരു അക്കൗണ്ട് അവിടെ ഓപ്പൺ ആക്കുകയാണ് ബാങ്ക് ചെയ്യുന്നത്. അത് വഴിയെ ക്യാഷ് വിഡ്രോ ചെയ്യാൻ കഴിയത്തുള്ളൂ. ബട്ട് ഇറ്റ് ക്രെഡിറ്റഡ് ടു ദ ഡിപ്പോസിറ്റർ അക്കൗണ്ട് ഓപ്പൺ ഇൻ ദ നെയിം ഓഫ് ദ ബോറോവർ. Therefore, one is right in saying that all form of advances ക്രിയേറ്റ് എ ഡിപ്പോസിറ്റ്. ഏത് രീതിയിലുള്ള അഡ്വാൻസസും ഡിപ്പോസിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓർ ഡിപ്പോസിറ്റ് ആർ ദ ചിൽഡ്രൻ ഓഫ് ലോൺ. നമുക്കറിയാം, ഡിപ്പോസിറ്റിൽ വരുന്ന കുട്ടികളുടെ ലോണായിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നൽകുകയും ചെയ്യും. ജസ്റ്റ് ആസ് ലോൺസ് ക്രിയേറ്റ് ഡിപ്പോസിറ്റ്, പ്രൈമറി ഡിപ്പോസിറ്റ്സ് ഓൾസോ ക്രിയേറ്റ് ലോൺസ്. അപ്പോൾ ലോൺ എപ്പോഴും ക്രിയേറ്റ് ഡിപ്പോസിറ്റ് ആണ്, അതുപോലെ തന്നെ പ്രൈമറി ഡിപ്പോസിറ്റും ക്രിയേറ്റ് ലോൺസ് ആണ്. പ്രൈമറി ഡിപ്പോസിറ്റ് നമുക്കറിയാം, ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നതാണ് പ്രൈമറി ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞു. എ ബാങ്ക് ക്യാൻ അഡ്വാൻസ് മണി ഇൻ വേരിയസ് ഫോം, ഓൺലി ഇറ്റ് has cash or primary deposit in its hand. Bank can advance money. ബാങ്കിന് പണം അഡ്വാൻസ് ആയി നൽകുന്ന വേരിയസ് ഫോമിലാണ്. only it has cash or primary deposit in its hand. Thus the various forms of advances are made possible by primary deposit. നമുക്കറിയാം, ബാങ്കിന് പല രീതിയിലുള്ള അഡ്വാൻസ് നൽകാൻ കഴിയുന്ന ഒന്ന് പ്രൈമറി ഡിപ്പോസിറ്റ് ഇൻ ദ ഹാൻഡിൽ ഓഫ് ബാങ്ക്. ഹെൻസ് ദ സ്റ്റേറ്റ്മെന്റ് ഡിപ്പോസിറ്റ് ക്രിയേറ്റ് എ ലോൺ ഓർ ലോൺ ആർ ചിൽഡ്രൻ ഓഫ് ഡിപ്പോസിറ്റ് ഈസ് ആപ്റ്റ്. കറക്റ്റ് ആണെന്ന് അവർ പറയുന്ന ആ കമന്റ്. കാരണം വെച്ചാൽ സ്റ്റേറ്റ്മെന്റ് ഡിപ്പോസിറ്റ് ക്രിയേറ്റ് ലോൺസ് ആൻഡ് ലോൺസ് ആർ ചിൽഡ്രൻ ഓഫ് ഡിപ്പോസിറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഡിപ്പോസിറ്റ് എപ്പോഴും ലോൺ ക്രിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ലോൺസ് എപ്പോഴും ഡിപ്പോസിറ്റിന്റെ കുട്ടിയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ടൈം അല്ലെ ഈ പറയുന്ന കൊട്ടേഷൻ കറക്റ്റ് ആണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ, അടുത്ത നമുക്ക് ലിമിറ്റേഷൻ ഓഫ് ക്രെഡിറ്റ് ക്രിയേഷൻ മതി കേട്ടോ. ക്രെഡിറ്റ് ക്രിയേഷന്റെ പോരായ്മയാണേ. നമ്പർ 1, സാറുടെ സ്ക്രീനും വോയിസും ഇടയ്ക്ക് ബ്രേക്ക് ആവുക. അവിടെ ഇരിക്കുന്നിടത്ത് ഇതില്ല, എനിക്കിവിടെ വൈഫൈയാ, കട്ടാവത്തില്ല. കാരണം രാവിലെയും ക്ലാസ് ഇവിടെ നടത്തി അവർക്ക് ആർക്കും കട്ടായില്ല. അവിടെ നിന്ന് മാറിയിരുന്ന് നോക്കി, VA ഉള്ള ക്ലാസ്സിൽ ഇങ്ങനെ കട്ടാവുന്ന പറയത്തുള്ളൂ. അവിടെ റേഞ്ച് ഉണ്ടോ നോക്കിക്കേ. റേഞ്ച് ഒന്ന് ചെക്ക് ചെയ്തോ. റേഞ്ച് ഉള്ളതാണോ? ഹലോ ഹലോ, ഇപ്പൊ കേൾക്കാമോ? ഇപ്പൊ കേൾക്കാമോ? ഓക്കെ, ശരി. ഇനി ക്രെഡിറ്റ് ക്രിയേഷന്റെ ലിമിറ്റേഷൻസ് ആണേ. 1, എമൗണ്ട് ഓഫ് ഡിപ്പോസിറ്റ് ആണ് ഒന്നാമതെ. The power to create a credit depends on cash deposit received by a bank. അപ്പോൾ പവർ ഓഫ് ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ ബാങ്കിന് എത്ര ഡിപ്പോസിറ്റ് കിട്ടിയതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് കൊടുക്കുന്നത്. ഇഫ് ഡിപ്പോസിറ്റേഴ്സ് ഹാവ് നോ ഫെയ്ത്ത് ഇൻ ദ ബാങ്കിങ് സിസ്റ്റം ഓർ ആർ റിലക്റ്റന്റ് ടു ഡിപ്പോസിറ്റ് മണി വിത്ത് the bank will have a less cash with them and thus their power to create a credit will be curtailed. അപ്പോൾ ബാങ്ക് എന്തായാലും ഡിപ്പോസിറ്റ് നൽകുന്നത് എമൗണ്ട് ഓഫ് ഡിപ്പോസിറ്റ് ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അതൊരു പോരായ്മയാണ്. ഏതെങ്കിലും രീതിയിൽ ഡിപ്പോസിറ്റേഴ്സ് ബാങ്കിൽ പണം നിക്ഷേപിക്കാതിരുന്നു കഴിഞ്ഞാൽ ക്രെഡിറ്റ് ക്രിയേഷൻ സാധ്യമാവില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതൊരു പോരായ്മയാണ്. 2, ക്യാഷ് റിസർവ് റേഷ്യോ വരുന്നുണ്ട്. ഓൾ ദ ബാങ്ക്സ് ആർ റിക്വയർഡ് ബൈ ലോ ടു കീപ്പ് എ സർട്ടൻ പെർസെൻറ്റേജ് ഡിപ്പോസിറ്റ് ഇൻ ക്യാഷ് ആസ് റിസർവ് വിത്ത് സെൻട്രൽ ബാങ്ക്. അപ്പോൾ എല്ലാ ബാങ്കുകളും സർട്ടൻ പെർസെൻറ്റേജ് ഡിപ്പോസിറ്റ് RBIയിൽ എന്ത് ചെയ്യണം, ക്യാഷ് റിസർവ് വയ്ക്കണം, CRR മെയിൻറ്റെയിൻ ചെയ്യണം, ക്യാഷ് റിസർവ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യണം. ഹയർ ദ റേഷ്യോ ഓഫ് ക്യാഷ് റിസർവ് ദ ലോവർ വിൽ ബി ദ എമൗണ്ട് ഓഫ് ക്രെഡിറ്റ് ക്രിയേഷൻ ആൻഡ് വൈസ് വേഴ്സ. അപ്പോൾ ക്യാഷ് റിസർവ് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്റ് ക്രിയേഷൻ അവിടെ കുറവായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ക്യാഷ് റിസർവ് കുറച്ച് കഴിഞ്ഞാൽ ക്രെഡിറ്റ് ക്രിയേഷൻ കൂടുതലായിരിക്കും. അപ്പോൾ ഈ ക്യാഷ് റിസർവ് റേഷ്യോയെ ക്രെഡിറ്റ് ക്രിയേഷൻ സ്വാധീനിക്കുന്നത് അതൊരു പോരായ്മയാണ്.
അടുത്ത സെക്യൂരിറ്റി ഓഫ് ലോൺ ആണ്. ദ ബാങ്ക്സ് ഗ്രാൻഡ് ലോൺസ് ഓൺ ദ ബേസ് ഓഫ് സർട്ടൻ സെക്യൂരിറ്റി. ബാങ്കുകൾ ലോൺ നൽകുന്നത് എപ്പോഴും സെക്യൂരിറ്റിയെ ബേസ് ചെയ്തുകൊണ്ട്, അല്ലെ എത്ര സെക്യൂരിറ്റി വാങ്ങിയിട്ട് ലോൺ നൽകുകയുള്ളൂ. ഇഫ് എ കസ്റ്റമർ ഈസ് നോട്ട് ഏബിൾ ടു പ്രൊവൈഡ് ദ ബാങ്ക് വിത്ത് സഫിഷ്യൻറ്റ് സെക്യൂരിറ്റി, ഇപ്പോൾ ഒരു കസ്റ്റമർക്ക് ബാങ്ക് ആവശ്യപ്പെടുന്ന കറക്റ്റ് സെക്യൂരിറ്റി കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ദ ബാങ്ക് വിൽ നോട്ട് ലെൻഡ് മണി ആൻഡ് ഹെൻസ് ദെയർ വിൽ ബി നോ ക്രെഡിറ്റ് എക്സ്പാൻഷൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബാങ്കിന് പണം എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വായ്പ നൽകാൻ കഴിയത്തില്ല, ക്രെഡിറ്റ് ക്രിയേഷൻ അവിടെ പോസിബിൾ ആവുകയില്ല. അതും ഒരു പോരായ്മയാണ്. അടുത്ത ലിക്വിഡിറ്റി പ്രിഫറൻസ് ആണ്. The amount of credit creation is also limited if the people give a preference to liquidity. ഇപ്പോൾ ഇവിടെ the amount of credit creation is also limited of the people give a preference to liquidity ആണ്. ഇപ്പോൾ ലിക്വിഡിറ്റി എന്ന് പറയുന്ന പ്രിഫറൻസ് ഇവിടെ ക്രെഡിറ്റ് ക്രിയേഷനിലൂടെ കുറച്ച് ആൾക്കാർക്ക് സാധ്യമാവത്തില്ല. സപ്പോസ് എ ബാങ്ക് ഗീവ് എ ലോൺസ് ടു കസ്റ്റമർ who in turn make payment to his creditors. The creditor keeps the amount in pocket. There will be no further expansion of creditor. ഇപ്പോൾ ചിലർക്ക് പേയ്മെൻറ്റ് നൽകി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ആ എമൗണ്ട് അവരുടെ പോക്കറ്റിൽ വെക്കത്തേ ഉള്ളൂ. അവർ വീണ്ടും എന്ത് ചെയ്യുന്നില്ല, ഈ പറയുന്ന പ്രോസസ്സിലേക്ക് വരത്തില്ല, ചിലപ്പോൾ ഡിപ്പോസിറ്റിലേക്ക് ബാങ്കിൽ കൊണ്ടിടത്തില്ല. അപ്പോൾ അത് ലിക്വിഡിറ്റി പ്രിഫറൻസ് എന്ന് പറയുന്ന പോരായ്മയുണ്ട്. കാരണം നമ്മൾ ലോൺ കൊടുക്കുന്നു, ഒരാൾ ലോൺ എടുക്കുന്നു, ആ ലോൺ എമൗണ്ട് വേഗം കൊടുക്കാനുള്ള ഒരാൾക്ക് കൊടുക്കുമ്പോൾ ആ വേഗം വാങ്ങി ആ പണം പോക്കറ്റ് വെച്ചിരിക്കും. അദ്ദേഹം എന്ത് ചെയ്യണമെന്നില്ല, ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ വീണ്ടും ആ പണം ബാങ്കിൽ വന്നെങ്കിലേ ക്രെഡിറ്റ് എക്സ്പാൻഷൻ അവിടെ പോസിബിൾ ആവുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ലിക്വിഡിറ്റി പ്രിഫറൻസിനകത്തൊരു പോരായ്മയായിട്ടാണ് അവർ പറയുന്നത്. അടുത്ത ബിസിനസ് കണ്ടീഷൻസ് ആണ്. The nature of economic condition in the country also restricts the ability of the bank to create a credit. ഇപ്പോൾ എക്കണോമിക് കണ്ടീഷൻ ഓഫ് കൺട്രി, കുറേ എബിലിറ്റി ഓഫ് ബാങ്ക് ക്രെഡിറ്റ് ക്രിയേഷനകത്ത് എക്കണോമിക് കണ്ടീഷൻ ഒരു ഫാക്ടറാണ്. ഇഫ് ദെയർ ഈസ് ഡിപ്രഷൻ ഇൻ ദ കൺട്രി, രാജ്യത്ത് ഡിപ്രഷൻ ആണെങ്കിൽ ട്രേഡേഴ്സ് വിൽ ഇൻകറിങ് ലോസസ് ആണ്. വ്യാപാരികൾക്ക് എപ്പോഴും ലോസ് ഉണ്ടാവും. ദേ വിൽ നോട്ട് വില്ലിംഗ് ടു ടേക്ക് ലോൺസ് ആൻഡ് ഇൻവെസ്റ്റ് ആൻഡ് ഹെൻസ് ദെയർ വിൽ ബി നോ ക്രെഡിറ്റ് ക്രിയേഷൻ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ലോണുകൾ നൽകാനോ ബിസിനസ്സുകാർ ഇൻവെസ്റ്റ് ചെയ്യാനോ താല്പര്യം കാണിക്കത്തില്ല, അവിടെ ക്രെഡിറ്റ് ക്രിയേഷൻ ഇല്ലാതാവും. ബട്ട് ഡ്യൂറിങ് ബൂം പീരീഡ്, എന്നാൽ ബൂം പീരീഡ് ആണെങ്കിൽ ട്രേഡേഴ്സ് വിൽ അപ്രോച്ച് ദ ബാങ്ക് ഫോർ ലോൺസ് ആൻഡ് വോളിയൂം ഓഫ് ക്രെഡിറ്റ് വിൽ ഇൻക്രീസ്. ബൂം പീരീഡ് ആണെങ്കിൽ ട്രേഡേഴ്സ് എന്ത് ചെയ്യും, ബാങ്കിനെ അപ്രോച്ച് ചെയ്യുകയും നമുക്ക് ബാങ്കിന് ലോൺ നൽകാനും കഴിയും, അതുവഴി ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്യാനും കഴിയും എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ഡിപ്രഷൻ സ്റ്റേജിൽ എന്തല്ല, ഇത് പോസിബിൾ അല്ല, ക്രെഡിറ്റ് ക്രിയേഷൻ പോസിബിൾ അല്ല എന്നുള്ളതാണ് പറയുന്നത്. അടുത്ത മോണിറ്ററി പോളിസിയാണ്. പണപരമായ നയങ്ങളുണ്ട്. മോണിറ്ററി പോളിസി ഓഫ് ദ സെൻട്രൽ ബാങ്ക് ഓൾസോ ഇൻഫ്ലുവൻസ് ദ എക്സ്റ്റെൻറ്റ് ഓഫ് ക്രിയേഷൻ ഓഫ് ക്രെഡിറ്റ് ആണ്. ഇപ്പോൾ മോണിറ്ററി പോളിസി സെൻട്രൽ ബാങ്കിൻ്റെ അല്ലെങ്കിൽ RBIയുടെ മോണിറ്ററി പോളിസി ഈ ക്രെഡിറ്റ് ക്രിയേഷൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ക്രെഡിറ്റ് ക്രിയേഷൻ ഏതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, RBIയുടെ ഈ മോണിറ്ററി പോളിസി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. സെൻട്രൽ ബാങ്ക് ഈസ് ദ കൺട്രോൾ ഓഫ് ക്രെഡിറ്റ് ഇൻ ദ കൺട്രി. നമുക്കറിയാം സെൻട്രൽ ബാങ്ക് ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യുന്ന സെൻട്രൽ ബാങ്കാണ്. അപ്പോൾ അതൊരു പോരായ്മയായിട്ട് അവർ പറയുന്നത്. കാരണം സെൻട്രൽ ബാങ്ക് CRR ഒക്കെ കൂട്ടിക്കഴിഞ്ഞാൽ ക്രെഡിറ്റ് ക്രിയേഷൻ കുറയും, CRR കുറച്ചാൽ ക്രെഡിറ്റ് ക്രിയേഷൻ കൂടും. അപ്പോൾ ആ ഒരു മോണിറ്ററി പോളിസി, പണപരമായ നയങ്ങളൊക്കെ ഒരു പോരായ്മയാണ്. പിന്നെ ലീക്കേജ് ഉണ്ട്. The actual credit creation by the banking system may be considerably smaller than the potential credit creation due to certain leakage. അപ്പോൾ ആക്ച്വൽ ക്രെഡിറ്റ് ക്രിയേഷൻ ബൈ ദ ബാങ്കിങ് സിസ്റ്റം നൽകുന്ന ആക്ച്വൽ ക്രെഡിറ്റ് ക്രിയേഷൻ കൺസിഡറബിളി സ്മാളർ ആയിരിക്കും. പൊട്ടൻഷ്യൽ ക്രെഡിറ്റ് ക്രിയേഷനുമായിട്ട് certain ലീക്കേജ് വരും അവിടെ. There are at least 2 such leakage in the credit creation process. ക്രെഡിറ്റ് ക്രിയേഷൻ പ്രോസസ്സിൽ മിനിമം 2 ടൈപ്പ് ലീക്കേജുകളാണ്. ഒന്ന് എക്സസ് റിസർവ് വരുന്നുണ്ട്, 2 കറൻസി ഡ്രെയിൻ വരുന്നുണ്ട്. അപ്പോൾ എക്സസ് റിസർവ് എന്താണ്? The bank may not be willing to utilize their surplus fund for granting loans and may decide to maintain excess reserve. ഇപ്പോൾ ബാങ്കിൽ വരുന്ന പണം എന്ത് ചെയ്യുന്നില്ല, സർപ്ലസ് വരുന്ന ഫണ്ട് ഫുള്ളി യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുന്നില്ല, ലോൺ ഗ്രാൻറ്റ് ചെയ്യാൻ കഴിയാതെ വരുന്നത്, അല്ലെങ്കിൽ ലോൺ കൊടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ മെയിൻറ്റെയിൻ എക്സസ് റിസർവായിട്ട് ഒരു ബാങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യും. സച്ച് സിറ്റുവേഷൻ അറൈസസ് വെൻ ദർ ഈസ് എ ഫിയർ ടു സിഗ്നിഫിക്കൻസ് റൈസ് ഇൻ ഫ്യൂച്ചർ ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ ഇങ്ങനെ കാണിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ സർപ്ലസ് ആയിട്ട് ബാങ്കിൽ ഫണ്ട് നിന്ന് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടാനുള്ള സാധ്യതയുണ്ടെന്നാണ്. വെൻ എക്കോണമി ഈസ് ലീഡിങ് ടുവേഴ്സ് എ റിസഷൻ, എക്കോണമി റിസഷനിലേക്ക് പോകും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ. ദ ഗ്രേറ്റർ ദ എക്സസ് റിസർവ് ദ സ്മാളർ ദ ക്രെഡിറ്റ് മൾട്ടിപ്ലയർ. അപ്പോൾ ദ ഗ്രേറ്റർ ദ എക്സസ് റിസർവ് കൂടിയാൽ, ബാങ്കുകളിൽ ഇരിക്കുന്ന റിസർവ് കൂടിക്കഴിഞ്ഞാൽ, കാരണം അവിടെ ആരും ലോൺ എടുക്കാൻ ചെല്ലുന്നില്ല, അപ്പോൾ അങ്ങനെ എക്സസ് റിസർവ് വന്നു കഴിഞ്ഞാൽ സ്മാളർ ദ ക്രെഡിറ്റ് മൾട്ടിപ്ലയർ. അപ്പോൾ ഇവിടെ ക്രെഡിറ്റ് മൾട്ടിപ്ലയർ എന്ത് ചെയ്യും, കുറയും എന്നാണ് പറയുന്നത്. അടുത്ത കറൻസി ഡ്രെയിൻസ് ഉണ്ട്. കറൻസി ഡ്രെയിൻസ്, ദ ലോൺസ് എക്സ്റ്റെൻഡഡ് ബൈ ദ ബാങ്ക് ആർ അസ്യൂംഡ് ടു റിട്ടേൺ ബൈ വേ ഓഫ് ന്യൂ ഡിപ്പോസിറ്റ്. കറൻസി ഡ്രെയിൻ ഇതാണ് ഉദ്ദേശിക്കുന്നത്, അതൊരു ലീക്കേജാണ്. അതായത് ലോണ് ബാങ്ക് നൽകുന്നു, അപ്പോൾ ബാങ്ക് തന്നെ അസ്യൂം ചെയ്യുന്നത് ഇത് തിരിച്ചു വരും, പുതിയ ഡിപ്പോസിറ്റായിട്ട് ബാങ്കിൽ തന്നെ തിരിച്ചു വരുമെന്ന് അവരങ്ങ് അസ്യൂം ചെയ്യുകയാണ്. ബട്ട് പീപ്പിൾ മേ നോട്ട് റിട്ടേൺ ദ എൻറ്റയർ എമൗണ്ട്
or retain only part of it. ചില സമയങ്ങളിൽ ആ വ്യക്തികൾ അത് എന്ത് ചെയ്യണമെന്നില്ല, ഫുൾ എമൗണ്ട് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ആയിട്ട് കൊണ്ടുവരണമെന്നില്ല, ചിലപ്പോൾ ഒരു പാർട്ട് മാത്രം കൊണ്ടുവരാം. ടു ദാറ്റ് എക്സ്റ്റെൻറ്റ് ക്രെഡിറ്റ് ക്രിയേഷൻ ഈസ് ലിമിറ്റഡ്. അങ്ങനെ വരുമ്പോഴും ക്രെഡിറ്റ് ക്രിയേഷൻ അവിടെ ലിമിറ്റ് ചെയ്തേണ്ടതായിട്ട് വരും. ഇതാണ് ലീക്കേജ്. രണ്ട് രീതിയിൽ എക്സസ് റിസർവ് വരാം. ബാങ്കിൽ നിന്ന് ലോൺ ആരും എടുക്കാതിരിക്കുമ്പോൾ അവിടെ റിസർവ്, സർപ്ലസ് പണം അവിടെ എക്സസ് ആയിട്ടിരിക്കുന്ന എക്സസ് റിസർവ്. കറൻസി ഡ്രെയിൻസ് എന്ന് പറയുന്നത് നമ്മൾ ലോൺ കൊടുക്കുന്ന തുക ഫുള്ളും ഡിപ്പോസിറ്റ് ആയിട്ട് ബാങ്കിലേക്ക് തിരിച്ചു വരുന്നില്ല, അല്ലെങ്കിൽ പാർട്ട് മാത്രം തിരിച്ചു വരുന്നത്. ഇതാണ് കറൻസി ഡ്രെയിൻസ്. അടുത്താണ് ഡെവലപ്മെൻറ്റ് ഓഫ് ബാങ്കിങ് സിസ്റ്റമാണ് അടുത്തൊരു പോരായ്മ. ഡെവലപ്മെൻറ്റ് ഓഫ് ബാങ്കിങ് സിസ്റ്റം ആൻഡ് ദ ബാങ്കിങ് ഹാബിറ്റ്സ് ഓഫ് ദ പീപ്പിൾ ഓൾസോ ഇൻഫ്ലുവൻസ് എക്സ്റ്റെൻറ്റ് ഓഫ് ക്രെഡിറ്റ് ക്രിയേഷൻ. അപ്പം ബാങ്കിങ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്, ജനങ്ങൾ അതിനെക്കുറിച്ച് ആ ഒരു ഹാബിറ്റ്സ് ജനങ്ങളിൽ കൊണ്ടുവരിക എന്നുള്ളത്, അല്ലെങ്കിൽ അത് സ്വാധീനിക്കുന്നുണ്ട് ക്രെഡിറ്റ് ക്രിയേഷനെ. ബാങ്കിങ് ഹാബിറ്റ്സ് ഇൻ ടേൺ ഡിപ്പെൻഡ് അപ്പോൺ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ബാങ്കിങ് സിസ്റ്റം. അതായത് ജനങ്ങളിൽ ബാങ്കിങ് ഹാബിറ്റ്സ് വരണം. ബാങ്ക് ത്രൂ പണം ട്രാൻസ്ഫർ ചെയ്യുകയുള്ളൂ, ഡിപ്പോസിറ്റ് ചെയ്യുകയുള്ളൂ എന്നൊക്കെയുള്ള ഒരു മൈൻഡ് അല്ലെങ്കിൽ ഒരു ഹാബിറ്റ്സ് ജനങ്ങളിൽ കൊണ്ടുവന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ, നമുക്ക് ഈ പറയുന്ന ബാങ്കിങ് സിസ്റ്റം നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഡിപ്പെൻഡ് അപ്പോൺ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ബാങ്കിങ് സിസ്റ്റം. അപ്പോൾ ആ ഒരു ഡെവലപ്മെൻറ്റ് ഓഫ് ബാങ്കിങ് സിസ്റ്റം എന്നുള്ള ഒരു ഹാബിറ്റ്സ് ആൾക്കാരിൽ എത്തുന്നില്ല, അതൊരു പോരായ്മയാണ്. പിന്നെ ബിഹേവിയർ ഓഫ് അതർ ബാങ്ക്സ്, മറ്റ് ബാങ്കുകളുടെ ബിഹേവിയർ ഒരു പോരായ്മയാണ്. ദ പവർ ഓഫ് ക്രെഡിറ്റ് ക്രിയേഷൻ ഈസ് ഫർദർ ലിമിറ്റഡ് ബൈ ദ ബിഹേവിയർ ഓഫ് അതർ ബാങ്ക്. ഇത് ലിമിറ്റ് ചെയ്തിരിക്കുന്നത് മറ്റ് ബാങ്കുകളുടെ ബിഹേവിയറും ഉണ്ടെന്നുള്ളതാണ്. ഈ സം ഓഫ് ദ ബാങ്ക് ഡു നോട്ട് അഡ്വാൻസ് ലോൺസ് ടു ദ എക്സ്റ്റെൻറ്റ് റിക്വയർഡ് ബൈ ദ ബാങ്കിങ് സിസ്റ്റം, ദ ചെയിൻ ക്രെഡിറ്റ് എക്സ്പാൻഷൻ വിൽ ബി ബ്രോക്ക്. അപ്പോൾ ചില ബാങ്കുകൾ ഡു നോട്ട് അഡ്വാൻസ് ലോൺ ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് റിക്വയർഡ് ബാങ്കിങ് സിസ്റ്റം. നമുക്കുള്ള ബാങ്കിങ് സിസ്റ്റം രീതിയിലായിരിക്കത്തില്ല അവർ ചെയ്യുന്ന അഡ്വാൻസ് ലോണൊക്കെ നൽകുന്നത്. ദ ചെയിൻ ഓഫ് ക്രെഡിറ്റ് എക്സ്പാൻഷൻ അവിടെ ബ്രോക്കൺ ആവും. അപ്പോൾ ബാങ്കുകളുടെ ബിഹേവിയർ, അവർ ഈ പറയുന്ന ആൾക്കാർ, ചില ആൾക്കാരുണ്ടല്ലേ ലോൺസ് ആൻഡ് അഡ്വാൻസ് ചില ബാങ്കുകൾ നേരിട്ട് ക്യാഷ് ആയിട്ട് അങ്ങ് കൊടുക്കും. അപ്പോൾ അത് നമ്മുടെ ക്രെഡിറ്റ് ക്രിയേഷൻ എന്ത് ചെയ്യുന്നില്ല, സ്ട്രോങ് ആക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ബാങ്കുകളുടെ ബിഹേവിയർ ഒരു പോരായ്മയായിട്ടാണ് അവർ പറയുന്നത്. അപ്പോൾ അതൊരു ലിമിറ്റേഷനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. അടുത്തത് യൂസ് ഓഫ് ചെക്കാണ്. ചെക്ക് യൂസ് ചെയ്യുന്നത്. വെൻ ദ യൂസ് ഓഫ് ചെക്ക് ഈസ് വെരി പോപ്പുലർ എമംഗ് ദ പബ്ലിക് ചെക്ക് യൂസ് ചെയ്യുന്നത് വളരെ പോപ്പുലറാണ്. ദേ പേ ചെക്ക് ടു സെറ്റിൽ അക്കൗണ്ട്സ് ആൻഡ് ഹെൻസ് ക്യാഷ് പൊസിഷൻ ഓഫ് ദ ബാങ്ക് ഈസ് നോട്ട് അഫക്റ്റഡ്. നമുക്കറിയാം ചെക്ക് കൊടുത്ത് സെറ്റിൽ ചെയ്യുന്നത് നമ്മുടെ ക്യാഷ് പൊസിഷൻ ഓഫ് ദ ബാങ്ക് ഈസ് നോട്ട് അഫക്റ്റഡ്. ബാങ്കിൻ്റെ ക്യാഷ് പൊസിഷൻ ഇത് അഫക്റ്റ് ചെയ്യത്തില്ല. അതൊരു പോരായ്മയായിട്ടാണ് പറയുന്നത്. അടുത്ത നമുക്കിനി കോർ ബാങ്കിങ് ആണ്. അടുത്ത നമുക്ക് കോർ ബാങ്ക് സൊല്യൂഷനാണ്, അത് പറയാം. ഇത്രയും കാര്യങ്ങളൊന്ന് നോക്കിക്കേ. ക്ലിയർ ആണല്ലോ?